ഹായ് ഓൾ, നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ഒരു സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഫ്ലാറ്റ് വാടകയ്ക്കൊക്കെ എടുക്കുന്നതിനെ കുറിച്ച് എന്ത് സംസാരിക്കാൻ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പേർപ്പസിന് വേണ്ടി നിങ്ങളൊരു പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായി ഇത് എടുക്കുന്നവരാണെങ്കിൽ ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും ഒക്കെ തന്നെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ താമസിക്കുക. ശരിയാണ്. അപ്പം പലരും ഒരുപാട് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് എടുത്ത് നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവാം. പക്ഷേ ചില ആൾക്കാരൊക്കെ തന്നെ ഇത് ആദ്യമായി വാടകയ്ക്ക് എടുക്കുന്നവരുണ്ടാവും. അതൊരു പക്ഷേ ഫ്ലാറ്റ് ആവട്ടെ, വില്ല ആവട്ടെ, വീടാവട്ടെ, എന്തുമാവട്ടെ, അപ്പാർട്ട്മെൻ്റ് ആവട്ടെ, അങ്ങനെ എന്തും ആവട്ടെ, നിങ്ങൾ താമസയോഗ്യത്തിന് വേണ്ടി നിങ്ങളൊരു പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് മല്ലു റിയൽട്ടർ. എൻ്റെ പേര് ഹരി എന്നാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കണ്ടന്റുകളൊക്കെ നമ്മളെ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളാണെങ്കിൽ മാത്രം ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൂടി ഒന്ന് പരിഗണിക്കാം. ഓക്കെ, സോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടി നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന 6 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ ഒരു 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് സുഖസുന്ദരമായി സന്തോഷത്തോടെ അവിടെ ജീവിക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. ഒരു ഓണർ ടു ടെനൻറ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും ആ ഒരു പ്രോപ്പർട്ടിയുടെ ഓണറും വാടകക്കാരനും തമ്മിലുള്ള ഈ ഒരു അടിപിടി ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ 6 കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനായിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ നമുക്ക് ആ 6 കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്നാൽ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. അതായത് ഏതൊരു പ്രോപ്പർട്ടി ആവട്ടെ, നമ്മൾ ആ പ്രോപ്പർട്ടി നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ മാത്രം കണ്ട് ആരും തന്നെ പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കാൻ നിൽക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, നേരെ അവിടെ പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത റിലേറ്റീവിനെയോ ഫ്രണ്ടിനെയോ ആരെങ്കിലും ഒരാളെ അവിടേക്ക് പറഞ്ഞയച്ചുകൊണ്ട് പൂർണ്ണമായും ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന രീതിയിലാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കുന്നതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ അവിടെ പോയി നേരിട്ട് പരിശോധിക്കുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. ഒരു പക്ഷേ ഫർണിച്ചറുകളുടെയും ഇലക്ട്രോണിക്സിൻ്റെയും അതേപോലെ ബാത്റൂം ഫിറ്റിങ്സുകളുടെയും പെയിൻറ്റിൻ്റെയും അല്ലെങ്കിൽ വൃത്തി സംബന്ധമായും ഒക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതത് പ്രോപ്പർട്ടിയിൽ, ഫ്ലാറ്റ് ആവട്ടെ, വീടാവട്ടെ, വില്ലയാവട്ടെ, അപ്പാർട്ട്മെൻ്റ് ആവട്ടെ, ഏത് പ്രോപ്പർട്ടി ആവട്ടെ, ഇതിലൊക്കെ തന്നെ ഉണ്ടാവാം. അപ്പം നിങ്ങൾ നേരിട്ട് അവിടെ എത്തി ഇതെല്ലാം കറക്റ്റ് ആണെന്നുള്ളതും നിങ്ങൾക്ക് ആ അന്തരീക്ഷവും നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയുടെ ഉൾവശവും എല്ലാം തന്നെ 100% ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നെക്സ്റ്റ് എഗ്രിമെൻറ്റിലേക്ക് കടക്കുക എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓണറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി ഒരു റിയൽട്ടർ ത്രൂ ആയിരിക്കാം നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ മുഖാന്തരമാണ് നിങ്ങൾ ആ പ്രോപ്പർട്ടി നിങ്ങളെ കാണിക്കുന്നതെങ്കിൽ പുള്ളിക്കാരനോട് അല്ലെങ്കിൽ പുള്ളിക്കാരിയോട് നിങ്ങൾക്ക് പറയാം, ഇതാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പെയിൻറ്റ് ഫുൾ ചളിയുണ്ട്, ചുമരിന് നന്നായിട്ട് ചളിയുണ്ട്, അപ്പോൾ ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ച് തരേണ്ടതുണ്ട്. അതേപോലെ ബാത്റൂമിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതേപോലെ ഇലക്ട്രോണിക്സ് ഇന്നത് വർക്ക് ചെയ്യുന്നില്ല, ഇന്ന വിഷയങ്ങളുണ്ട്, AC ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്, ഫർണിച്ചർ കട്ടിലിൻ്റെ കാല് ഇളകുന്നുണ്ട്, അത് ഫിക്സ് ചെയ്യണം. ഇങ്ങനെ എന്ത് പ്രശ്നമാവട്ടെ ഇത് നിങ്ങൾ ആദ്യം തന്നെ പോയി കണ്ട് എല്ലാം തന്നെ പ്രശ്നം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാവൂ എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം നിങ്ങളൊരു പ്രോപ്പർട്ടിയിൽ കയറിയതിന് ശേഷം നിങ്ങൾ ഓണറിൻ്റെ അടുത്ത് പറയുകയാണ്, ചേട്ടാ ഇവിടെ ഇന്ന പ്രശ്നമുണ്ട്, ഇവിടെ അങ്ങനെ വിഷയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ
ഓണർ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരണം എന്നില്ല, പറയാൻ പറ്റില്ല. ആളുകളുടെ മനസ്സാണ്, മനോഭാവമാണ്, പലപ്പോഴും പല രീതിയിലായിരിക്കാം. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ഭാഗം സേഫ് ആക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ പ്രോപ്പർട്ടി 100% നിങ്ങൾക്ക് താമസയോഗ്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ എഗ്രിമെന്റിലേക്ക് നിങ്ങൾ കടക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മെയിൻ്റനൻസ് ചാർജ്. അതെ, ഏതൊരു ഫ്ലാറ്റ് ആണെങ്കിലും വില്ല ആണെങ്കിലും അപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒക്കെ തന്നെ അവിടെ മെയിൻ്റനൻസ് ചാർജ് എന്ന മാസാമാസം നമ്മൾ ആ പ്രോപ്പർട്ടിക്ക് മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ ഓരോ വ്യക്തികളും ആ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ വില്ലയിലോ താമസിക്കുന്ന ഓരോ വ്യക്തികളും കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ചാർജ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരുപാട് കോമൺ അമ്യൂണിറ്റികൾ ഉണ്ടാവാം, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവാം, ഒരുപാട് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ടാവാം. അവർക്കൊക്കെ സാലറി കൊടുക്കണം. ആ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എല്ലാവരും ആ ഒരു മെയിൻ്റനൻസ് ചാർജ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം അതത് ഫ്ലാറ്റുകളിൽ നിങ്ങളിപ്പോൾ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ് മെയിൻ്റനൻസ് ചാർജ് ഉൾപ്പെടെയുള്ള വാടകയാണോ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളത് 100% നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഞാൻ ഉദാഹരണം പറയാം. ഒരു 20,000 രൂപ വാടകയുള്ള ഒരു ഫ്ലാറ്റ് നിങ്ങൾ താല്പര്യപ്പെട്ടു, എഗ്രി ചെയ്തു, എല്ലാം കഴിഞ്ഞ് നിങ്ങൾ എഗ്രിമെൻറ്റും കഴിഞ്ഞ് അവിടെ താമസിക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് 20,000 കൂടാതെ നിങ്ങൾ ഒരു 3,000 രൂപ കൂടി അതിന് മെയിൻ്റനൻസിന് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ താളം എല്ലാം തെറ്റുകയാണ്. കാരണം നമ്മളൊരു ഫാമിലി പ്ലാൻ എല്ലാം തെറ്റുകയാണ്. 20,000 എന്നുള്ളതിൽ നിന്ന് 23,000 ആകുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിങ്ങളൊരു ചതിക്കപ്പെടാതിരിക്കാൻ നിങ്ങളൊരു കാര്യം പൂർണ്ണമായി ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാടക മെയിൻ്റനൻസ് ഉൾപ്പെടെയാണ് എന്നുള്ളത് 100% ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മൂന്നാമത്തെ കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതായത് നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുന്നത് ഒരു തേർഡ് പേഴ്സൺ മുഖാന്തരമായിരിക്കാം. ഒന്നിൽ നമുക്ക് അദ്ദേഹത്തിനെ ബ്രോക്കർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റിയൽട്ടർ എന്ന് വിളിക്കാം. ഒരു തേർഡ് പേഴ്സൺ മുഖാന്തരമാണ് നിങ്ങൾ ആ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുന്നതെങ്കിൽ, ഒരു പ്രോപ്പർട്ടി കൺസൾട്ടന്റ് ത്രൂ ആണ് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുന്നതെങ്കിൽ തീർച്ചയായും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കൺസൾട്ടൻറ്റിന് ഒരു സർവീസ് ചാർജ്, അതായത് അദ്ദേഹം നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ചൂസ് ചെയ്ത് തരുന്നതിന് അദ്ദേഹത്തിന് ഒരു സർവീസ് ചാർജ് ഉണ്ടാവും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ആദ്യമായി പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കുന്ന സുഹൃത്തുക്കളോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടത്തിലായിരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ പലരും പെട്ടെന്ന് ഒരു ടെൻഷൻ ആവുന്ന ഒരു പ്രതീതിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന്, കാരണം നമ്മൾ അവർക്ക് സർവീസ് ചാർജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്, ശരിയാണ്. അപ്പം അതൊരു പക്ഷേ ഇപ്പം ഓരോ സിറ്റിയിലും, കേരളത്തിൽ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഓരോ സിറ്റിയിലും ഓരോ പോലെയാണ് ആ ഒരു സർവീസ് ചാർജ് പലരും ഈടാക്കുന്നത്. പകുതി റെന്റ് മുതൽ ഒരു മാസത്തെ റെന്റ് വരെ പലരും ഈടാക്കുന്നു എന്നുള്ളതാണ്, പല സ്ഥാപനങ്ങളും ഈടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രയാണ് ആ ഒരു സർവീസ് ചാർജ് എന്നുള്ളത്, ആ ഒരു കമ്മീഷൻ എമൗണ്ട്, കൺസൾട്ടന്റിനുള്ള കമ്മീഷൻ എമൗണ്ട് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളും ആ പ്രോപ്പർട്ടി കൺസൾട്ടന്റും ആ ഓണറും ഒക്കെ എല്ലാം തമ്മിലുള്ള ആ ഒരു സുതാര്യത അവിടെ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. കാരണം തുടക്കം നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ബുദ്ധിമുട്ട്, നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നാലാമത്തെ കാര്യമാണ് ഫെസിലിറ്റീസ് ഇൻ ദ സൊസൈറ്റി. അതായത് നിങ്ങൾ താമസിക്കുന്ന സൊസൈറ്റിയിലുള്ള ഫെസിലിറ്റികൾ എന്തെല്ലാമാണെന്നുള്ളതും ആ ഫെസിലിറ്റികളിലൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതും എല്ലാം തന്നെ നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടി ഇൻസ്പെക്ഷന് വരുന്ന സമയത്ത്, അതായത് ആ പ്രോപ്പർട്ടി നിങ്ങൾ കാണാൻ വരുന്ന സമയത്ത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പല ഫെസിലിറ്റികളും, ആ ഒരു പൂള്, ജിമ്മ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഉള്ളൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും പലപ്പോഴും പല
സൊസൈറ്റികളിലും പല ഫെസിലിറ്റികളും പ്രവർത്തിക്കാറില്ല. അതായത് അത് ആക്റ്റീവ് ആയിരിക്കില്ല എന്നർത്ഥം. അത് മെയിൻ്റെനൻസിന് സ്റ്റാഫുകൾ ഉണ്ടാവില്ല. അത് പൂർണ്ണമായ ഒരു 100% പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ എക്സ്ട്രാ ഫെസിലിറ്റികളൊക്കെ ആ സൊസൈറ്റിയിൽ അവർ തരുന്ന എക്സ്ട്രാ ഫെസിലിറ്റികളെല്ലാം തന്നെ എന്തെല്ലാമാണെന്നുള്ളതും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ 100% പറ്റുന്നതാണ് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതേപോലെ തന്നെ ഇപ്പം പലർക്കും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, ഫ്ലാറ്റുകളിലൊക്കെ കൂടുതലും ഒരു പാർക്കിങ്ങേ കാണുള്ളൂ. അപ്പോൾ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ ഒരു പാർക്കിംഗ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ പലരും വാങ്ങി വെക്കുന്നത്. അപ്പം ചില ഫാമിലിയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കാറുള്ളവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ എക്സ്ട്രാ പാർക്കിംഗ് അവർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പം ഒരിക്കലും നമുക്ക് കാറ് റോഡുമിൽ വെക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിലുള്ള പാർക്കിംഗ് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതും, അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര കൺവീനിയൻസ് ഫീ നിങ്ങൾ കൊടുക്കണം എന്നുള്ളതും എല്ലാം തന്നെ നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടി കൺഫേം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. 5ാമത്തെ കാര്യമാണ് ലോക്കിംഗ് പീരീഡ് ആൻഡ് റെന്റ് ഇൻക്രീസ് ഇൻ പെർസെൻറ്റേജ്. അതായത് നമ്മൾ ഏതൊരു എഗ്രിമെൻ്റ് ചെയ്യുന്ന സമയത്തേക്കും നോർമലി നമ്മൾ 11 മാസത്തേക്കാണ് ഒരു വാടക എഗ്രിമെൻ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മാസം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 മാസത്തിന് മുകളിലുള്ള എഗ്രിമെൻറ്റുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഒരു എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ എക്സ്പെൻസുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ 11 മാസത്തേക്ക് നമ്മൾ എഗ്രിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 11 മാസത്തേക്ക് നമ്മൾ ഒരു വാടകയും അതിനുശേഷം 2ാമത്തെ വർഷം നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ആ വാടകയിൽ ഇത്ര പെർസെൻറ്റേജ് കൂടും എന്നുള്ളത്, എത്ര പെർസെൻറ്റേജ് ആണ് കൂട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചും എല്ലാം തന്നെ നിങ്ങളൊരു കൃത്യമായ ധാരണ ഓണറുമായി സംസാരിച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ എഗ്രിമെൻറ്റിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് ലോക്ക് ഇൻ പീരീഡ് എന്നുള്ളത്. അതായത് ഇപ്പം പലപ്പോഴും ഓണർമാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിലൊന്നാണ്, അതായത് ഒരു വാടകക്കാരൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ വേറൊരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റ് ത്രൂ ആയിരിക്കാം ആ ഒരു ഓണർക്ക് ആ ഒരു ടെനൻറ്റ് വരുന്നത്. അപ്പോൾ ആ ടെനൻറ്റ് എഗ്രിമെൻ്റ് ഒക്കെ ചെയ്തു, പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് ടെനൻറ്റ് വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഓണറെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആളെ നോക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ഓൾറെഡി ഒരു കമ്മീഷൻ ചാർജ് പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റിന് കൊടുത്തിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു സാമ്പത്തിക നഷ്ടം ഓണർമാർക്ക് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നിലവിൽ ആ ഒരു സംഗതി ഒഴിവാക്കുന്നതിന് വേണ്ടി ഓണർമാർ ചെയ്യുന്നൊരു കാര്യമാണ് ലോക്ക് ഇൻ പീരീഡ് എന്നുള്ളൊരു കാര്യം. അതായത് നിങ്ങൾ മിനിമം ഇത്ര മാസം താമസിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൃത്യമായി എഗ്രിമെൻറ്റിൽ എഴുതി ചേർക്കുക, അത് സൈൻ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ള നമ്മൾ കണ്ടുവരാറുണ്ട്. ലോക്ക് ഇൻ പീരീഡ് നോർമലി 6 മന്ത് ചെയ്യാറുണ്ട്, 1 വർഷത്തേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്വാൻസ്, നോർമലി നമ്മളൊരു അഡ്വാൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ അഡ്വാൻസിൽ നിന്നാണ് എമൗണ്ട് പിടിച്ചു വെക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായി ലോക്ക് ഇൻ പീരീഡ് ഉണ്ടോ, അല്ലെങ്കിൽ ലോക്ക് ഇൻ പീരീഡ് എത്രയാണ്, ഉണ്ടെങ്കിൽ എത്രയാണ്, അങ്ങനെയെങ്കിൽ എത്ര എമൗണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് ഒരു ആസ് എ ടെനൻറ്റ് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓണറുമായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾ പൂർണ്ണമായി സംസാരിച്ച് ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. 6ാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത്. അതായത് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ആ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിയമപരമായി യാതൊരുവിധ നൂലാമാലകളും ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു പ്രോപ്പർട്ടിയിൽ ഒരുപാട് ഡ്യൂകൾ ഉണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെതും വാട്ടർ ബില്ലിൻ്റെതും ഇൻ്റർനെറ്റ് ചാർജിൻ്റെതും കേബിൾ ടിവിയുടെയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ബില്ലുകൾ ഡ്യൂ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അത് എത്രയാണെന്നുള്ളതും അത് ക്ലിയർ ആണോ എന്നുള്ളതും ഉറപ്പ് വരുത്തേണ്ടത് ആസ് എ ന്യൂ ടെനൻറ്റ്, അതായത് പുതിയതായിട്ട് വരുന്ന ഒരു വാടകക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ അത് നിങ്ങൾ ഓണറുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിച്ച് എല്ലാം തന്നെ ക്ലിയർ ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബില്ലിൻ്റെ കൂടെ വരുമ്പോൾ അത് നിങ്ങൾ ഉപയോഗിച്ചത്
നിർമ്മിച്ചതാണോ എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ ഓണർക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഗ്യാസ് ബില്ല് അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടി ചേർക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ബില്ലുകളും ക്ലിയർ ആണെന്നുള്ളത് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾ ഇന്നാവാൻ പാടുള്ളൂ. സോ ഇപ്പം നമ്മൾ സംസാരിച്ചിട്ടുള്ള ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതൊരു പ്രോപ്പർട്ടി നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു പ്രോപ്പർട്ടിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മാന്യ സുഹൃത്തുക്കളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ആദ്യമായി പ്രോപ്പർട്ടി എടുക്കുന്ന ഒരു വ്യക്തിയാവട്ടെ, ഇനി അല്ലെങ്കിൽ ഒരുപാട് തവണ പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുത്ത് ശീലമുള്ള വ്യക്തികളാവട്ടെ, ഈ ഒരു 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ ആ ഒരു ഓണറുമായിട്ട് വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഫെസിലിറ്റികളും അതിൽ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു വാടകയ്ക്ക് ക്ലിയർ ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിട്ടുള്ള സർവീസ് ആ ഒരു ഓണർ എടുത്തുനിന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെയും നിങ്ങളെ ആ ഒരു ഓണറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റിൻ്റെയും കടമയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇനി ആ പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എടുക്കുന്ന ആളാണ്, നിങ്ങളിവിടെ താമസിക്കുന്ന ആളാണ്. അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു 6 കാര്യങ്ങൾ പക്കാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എല്ലാ നെക്സ്റ്റ് കാര്യത്തിലേക്ക് നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലേക്കും എഗ്രിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്കും ഒക്കെ തന്നെ കടക്കാവുന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോക്ക് ഇൻ പീരീഡ് ആയിരിക്കാം, നിങ്ങൾ കൊടുക്കുന്ന അഡ്വാൻസ് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ഭയം എല്ലാ വാടകക്കാർക്കും ഉണ്ടാവാം. അപ്പം കേരളത്തിൽ there is a company which is called Brockies.com എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് റെൻ്റൽസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, പ്രോപ്പർട്ടി എടുക്കുന്നെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ് എക്സ്ട്രാ. കാരണം ബ്രോക്കീസ് ഓണേഴ്സിന് ടെനന്റ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം അവർ മുഖാന്തരം വരുന്ന ഒരു വാടകക്കാരനാണ് നിങ്ങളെങ്കിൽ ആ ഒരു ഓണർക്ക് ലഭിക്കുന്നത് ആ ഒരു എഗ്രിമെൻറ്റ് പീരീഡ് കംപ്ലീറ്റ്ലി ഒരു ടെനന്റ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ആ ഒരു കമ്പനി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നിട്ട് അവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ പോലും നിങ്ങൾ എന്ത് കൊടുക്കേണ്ടതില്ല, നിങ്ങൾ എക്സ്ട്രാ ഒരു എമൗണ്ട് പോലും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. പകരം ഓണർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പകരം അടുത്ത ടെനൻറ്റിനെ അവരവിടെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ വരികയാണ്. ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇത്തരം കണ്ടന്റുകളുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ്. സോ അൺടിൽ നെക്സ്റ്റ് വീഡിയോ, മല്ലു റിയൽട്ടർ സൈനിങ് ഔട്ട്. താങ്ക് യു.